പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണ്. പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നോ? നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ രംഗത്ത് വന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലേ? അവന് മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. രാഹുൽ ഒളിവിലായിരുന്നു എന്നാണ് പറയുന്നത്. വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് തന്നെ. ഒന്നിനും ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ്. അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ. പാലക്കാട് തുടരും എന്താ നീക്കം? വന്നു, കണ്ടു, കീഴടക്കി. അല്ല, അങ്ങനെയല്ല, വന്നു, വോട്ട് ചെയ്തു, ചായ ഒടിച്ചു, ഇങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? ഇന്നത്തെ ചില സാഹചര്യങ്ങൾക്ക് പറയാൻ പറ്റിയ വേർഡിങ്സ് അങ്ങനെയാണ് അല്ലേ? രാഹുൽ വന്നു, രാഹുൽ വോട്ട് ചെയ്തു, രാഹുൽ ചായ ഒടിച്ചു, അതിനുശേഷം രാഹുൽ MLA ഓഫീസിൽ പോയി, രാഹുൽ ഫയലുകളൊക്കെ നോക്കി, രാഹുൽ തിരിച്ച് എങ്ങോട്ടൊന്ന് പോയി. ഇതാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. രാഹുൽ പോകുന്നവരെയുള്ള ഒരു എന്താ പറയുക, അല്ലെങ്കിൽ രാഹുൽ പോയി രാഹുലിന് ജാമ്യം കിട്ടുന്നവരെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ആ ഒരു ത്വര ഒന്നും ഇന്ന് കണ്ടില്ല. ഇന്ന് വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് എടുക്കണം എന്നുള്ള ഒരു ആവേശവും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതല്ലാതെ ഒരു നമ്മളെ ദിലീപിൻ്റെ വീട്ടിലൊക്കെ ഈ ഡ്രോൺ ഷൂട്ടൊക്കെ പോയ പോലത്തെ രാഹുൽ പോകുന്ന, രാഹുലിൻ്റെ വണ്ടിക്ക് പിന്നിൽ ഒരു ഡ്രോൺ ഷൂട്ട്, രാഹുലിൻ്റെ വണ്ടിക്ക് പിന്നിൽ ഒരു എസ്കോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഈ സംഭവങ്ങളൊന്നും നമ്മുടെ ചില പ്രത്യേക മാധ്യമങ്ങളുടെ സൈഡിൽ നിന്ന് കണ്ടില്ല. ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ വിചാരിച്ചിരുന്നു രാഹുലിൻ്റെ പിന്നാലൊരു ചേസ്, രാഹുലിൻ്റെ വണ്ടിയുടെ രാഹുൽ ഇനിയും ചിലപ്പോൾ ഒളിവ് പോയാലോ എന്നുണ്ടെങ്കിൽ പിന്നാലൊരു ചേസ് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മുടെ ഒരു മറ്റേ ആന ലോറിയില്ലേ, മരം കൊണ്ടുപോകണേ, ആ മരം ലോറിയിൽ ഒരു വലിയ ക്യാമറ സെറ്റപ്പൊക്കെ ചെയ്ത് ചില ചാനലിൽ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. രാഹുൽ വന്നു പോയി. അതുപോലെ തന്നെ രാഹുൽ വന്നു കഴിഞ്ഞാൽ കാല് കുത്തിക്കില്ല എന്നും, അല്ല രാഹുൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചോടിക്കുമെന്ന് പറഞ്ഞ ഒരു CJP പാർട്ടിക്കാരെ അവിടെ കണ്ടില്ല. ഒന്നോ രണ്ടോ പേരൊക്കെ രണ്ട് കൂക്ക് വിളിച്ചിട്ട് ഒരു കോഴിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ആളനക്കൊന്നും വിചാരിച്ച പോലെ ഉണ്ടായില്ല. കാരണം വോട്ടിങ് കഴിഞ്ഞേ, രാഹുൽ വന്നത് 5 മണിക്കാണ്. 5 മണിക്ക് വന്ന് വോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ വന്നാലും ഇല്ലെങ്കിലും കണക്കാണ്. എന്താ ഇതിൻ്റെ മുമ്പത്തെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കഴിഞ്ഞു, വോട്ട് ചെയ്യാനുള്ളവരൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഹുൽ ആരെങ്കിലും പീഡിപ്പിച്ചാൽ എന്ത്, പീഡിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത്, കിട്ടാനുള്ള വോട്ട് പോകാനുള്ളത് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ആവേശം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആവേശ കമ്മിറ്റിയുടെ മെയിൻ ആൾക്കാരായിട്ടുള്ള ചാനലുകാർക്കും പിന്നെ വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് വലിയൊരു സംഭവമല്ലാത്ത രീതിയിൽ അങ്ങ് ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടും. അങ്ങനെയാണോ? ഇനി രാഹുലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. ഇനി ആരെങ്കിലും ഒരു നേതാക്കൾ ഒന്ന് അറിയാണ്ടെങ്കിലും രാഹുലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ചാടി വെക്കാൻ മറ്റ് നേതാക്കളും കോൺഗ്രസ്സിലുണ്ട്. അതും നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അപ്പം രാഹുലിനെതിരെ എടുക്കേണ്ട തീരുമാനങ്ങൾ, അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യം, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യം ഒക്കെ പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ അത് രാഹുൽ വിചാരിക്കണം. അതല്ലെങ്കിൽ വലിയ കേസിലൊക്കെ അകപ്പെട്ടിട്ട് തീരുമാനങ്ങൾ ഒക്കെ വരണം. ഇത് അങ്ങനെയൊന്നും വരാത്ത സ്ഥിതിക്ക് ആ ഒരു കാര്യത്തിലും രാഹുലിൻ്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഈ പീഡിപ്പിക്കപ്പെട്ട 2 പെൺകുട്ടികളുടെ കാര്യമാണല്ലോ അല്ലേ? അതായത് ഇരകളായിട്ടുള്ള 2 പേര്. ആദ്യത്തെ ഇരയുടെ വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവസാനം കോടതിക്ക് അതൊരു വലിയ എന്താ പറയുക, ബലാത്സംഗമോ അതല്ലെങ്കിൽ ചീറ്റിങ്ങോ ഒന്നായി തോന്നാത്തത് കൊണ്ട് അതിൽ കോടതി ഒരു പ്രഥമ ദൃഷ്ട്യാ ഇവിടെ വലിയ ബലാത്സംഗവും കാര്യങ്ങളും നടന്നിട്ടില്ല. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഗർഭചിത്രവും കാര്യങ്ങളിലൊന്നും അത്ര ഒരു തീവ്രത, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ നിർബന്ധിച്ച് വായിലോട്ട് ഒഴിച്ചു കൊടുത്തതല്ല എന്ന് തോന്നിയതുകൊണ്ട് അതിൽ ഒരു ജാമ്യം കിട്ടി. ഇനി രണ്ടാമത്തെ ക്രൂരമായിട്ടുള്ള പീഡനമായിരുന്നു രണ്ടാമത്തെ പീഡനം. അത് കോടതിയിൽ എത്തിയ സമയത്ത് കോടതി കണ്ടെത്തിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം മുമ്പ് നടന്ന പീഡനമാണ്. 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും പരാതിക്കാരിക്ക്
ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം തോന്നിയിട്ടില്ല. അതിന് കാരണം പരാതിക്കാരി പരാതിയിൽ പറയുന്നത് രാഹുലിൻ്റെ സുഹൃത്തുക്കളെയും പേടിച്ചിട്ടാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ മൊഴിയെടുത്ത സമയത്ത് പരാതിക്കാരി പറഞ്ഞത് എൻ്റെ വീട്ടുകാർക്കും എനിക്കൊക്കെ പിന്നെ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ തന്നെ ഉത്തരം മൊഴി കൊടുത്തതും അല്ലെങ്കിൽ പരാതി കൊടുത്തതും രണ്ടും രണ്ടായതുകൊണ്ട് കോടതി ആദ്യം ഒന്ന് നോക്കി, ഇനി അടുത്തത് പറയാൻ പറഞ്ഞു. അപ്പം രണ്ടാമതായിട്ട് പറഞ്ഞത് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു ദിവസം ഈ പറഞ്ഞ കൊച്ച് മേലൊക്കെ മുറിവുകളായിട്ട് അവിടെയും ഇവിടെയൊക്കെ മുറിവുകൾ വന്നു, അതിനുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നായിരുന്നു പരാതിയിൽ കൊടുത്തിരുന്നത്. പരാതി കഴിഞ്ഞ് തിരിച്ച് മൊഴിയെടുക്കാമെന്ന സമയത്ത് നമ്മുടെ പരാതിക്കാരി പറഞ്ഞു, ഇല്ല ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരെ അറിയില്ല, അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്ന്. രണ്ടാമത്തെ ആ ഒരു എന്താ പറയുക അലിഗേഷനും മൊഴിയും രണ്ടായതുകൊണ്ട് അതും കോടതിക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടില്ല. ഇനി മൂന്നാമതായിട്ട് ചോദിച്ചു, അതല്ല ഇങ്ങനെയൊക്കെ ബലാത്സംഗം ചെയ്ത ആളുമായിട്ട് പിന്നെ സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് എന്തായിരുന്നു? അതെ, തിരിച്ച് സംസാരിച്ചതിൻ്റെ ചില മാസ്ക് ചെയ്യപ്പെട്ട ചാറ്റുകളായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പ്രതി തിരിച്ചതിനുള്ള ഫുൾ ചാറ്റ് സബ്മിറ്റ് ചെയ്ത സമയത്ത് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ ദിവസത്തിന് ശേഷം പല ദിവസങ്ങളും പലവട്ടും ഇവരുടെ എന്താ പറയുക പ്രേമം അലിഞ്ഞു ചേരുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും അല്ലെങ്കിൽ മൊബൈൽ ചാറ്റുകളും വീണ്ടും കണ്ടു. ഒരു ബലാത്സംഗം ചെയ്ത ആൾക്ക് പിന്നെ ഇതുപോലെ തന്നെ ഒലിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ നാണമില്ലേ എന്ന് കോടതിക്ക് വരെ തോന്നിയതുകൊണ്ട് ആ ഒരു കാര്യം അവിടെ ഒന്ന് സ്റ്റക്കായിപ്പോയി. ഇപ്പം കൊടുത്ത പരാതിയിലുള്ള ഒരു കാര്യങ്ങളും മൊഴി കൊടുത്തപ്പം കംപ്ലീറ്റ്ലി തലമറഞ്ഞത് കൊണ്ട് തന്നെ കോടതിക്ക് തോന്നിയത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് ബലാത്സംഗമല്ല, രണ്ടുപേരും പ്രേമിച്ച സമയത്ത് നടക്കേണ്ട പല കാര്യങ്ങളും നടന്നു, അത് രണ്ടുപേരും ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ഏതോ കാരണം കൊണ്ട് രണ്ടുപേരും രണ്ട് വഴിയിലേക്കൂടി ബ്രേക്കപ്പായി. 2 വർഷം കഴിഞ്ഞു. ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയത്ത് മറ്റേതൊക്കെ ബാഹ്യ ശക്തികളുടെ സമ്മർദ്ദം മൂലം ഒന്ന് പരാതി കൊടുത്തേക്കാം എന്ന് തോന്നിയത് മാത്രമാണ് എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ട് കോടതി രാഹുലിന് ജാമ്യം കൊടുത്തു. ഇതാണ് ഉണ്ടായത് അല്ലേ? ആദ്യത്തെ കേസാണെങ്കിലും അതുപോലൊക്കെ തന്നെ ആയിരുന്നു. ആദ്യം വലിയ പ്രശ്നങ്ങൾ വന്നു, രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താവുന്നു, രാജ്യം വിട്ടുപോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും രാഹുൽ തിരിച്ച് നമ്മുടെ സെക്രട്ടേറിയറ്റിലെത്തുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് എത്തുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നു, പല വേദികളിൽ പങ്കെടുക്കുന്നു. രാഹുൽ വരുന്ന വേദികളിൽ പേടിച്ചിട്ട് BJPയുടെയും അതല്ലെങ്കിൽ BJPയുടെ പ്രശാന്തും ശിവനും നമ്മുടെ കൃഷ്ണൻ നായരും കൃഷ്ണൻകുട്ടിയായിരുന്നു അവൻ്റെ പേര്, അവർ കുണ്ടനും പിന്നെ വീട്ടിലെ പെങ്ങളെ പിടിച്ച ഒരുത്തനും ഉണ്ടായിരുന്നില്ല, ഓനി ഒന്ന് ആ വഴി കാണാണ്ടായി. പിന്നെ പറഞ്ഞ DFI അതല്ലെങ്കിൽ ഈ പറഞ്ഞ CPM പാർട്ടിൻ്റെ ഒരാളും രാഹുലിൻ്റെ പിന്നാലെ പോകാൻ പേടിച്ച് ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ വീണ്ടും. അപ്പം പഴയ പരാതിയുടെ ആദ്യത്തെ സെറ്റ് ഓഫ് വോയിസിന് ശേഷം രണ്ടാമത്തെ സെറ്റ് ഓഫ് വോയിസ് ആയിട്ട് വീണ്ടും വന്നു. രാഹുലിനെ കൊടുക്കാനല്ല, രണ്ടുപേര് പ്രേമിച്ചു, രണ്ടുപേര് പരിപാടികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പം രണ്ടുപേർക്കും വേണ്ട, രണ്ടുപേർ രണ്ട് വഴിയിലായി. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റു പലരും പൊക്കിയെടുത്ത സമയത്ത് വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പം ആ ഒരു പരാതിയിലും കോടതിക്ക് ഒരു കാമ്പില്ല എന്ന് തോന്നിയുകൊണ്ടാണ് കോടതി 2 പരാതികളിൽ നിന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസ് എന്തായാലും ഉണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അപ്പീലിൽ പോയിട്ടുണ്ട്, ഹൈക്കോടതിയിലോട്ട് അപ്പീലിന് പോയിട്ടുണ്ട്. ഇനി ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്ത പുതിയ വല്ല തെളിവുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇനി സ്ട്രോങ് ആക്കണമെങ്കിൽ. അപ്പം അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇതാണ് ഇന്ന് രാഹുൽ അല്ലെങ്കിൽ ഇന്ന് അവിടെ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നാലും ഇത് കിട്ടിയ സ്ഥിതിക്ക് കോടതിയാണല്ലോ നമ്മുടെ അവസാന വാക്യം, നമ്മുടെ നീതിന്യായ കോടതികളാണ് അവസാന വാക്യം. അവിടുന്ന് ഇത്രയും കൂളായിട്ട് അതല്ലെങ്കിൽ ഇത്രയും തെളിവുകളുടെ സബ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പല തെളിവുകളുടെ അപാകതയോടുകൂടി തന്നെ രാഹുലിന് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ പറഞ്ഞ ആളുകളും ഈ പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ പോലെ ഇപ്പം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഇവന്മാരും ഒക്കെ പ്രേമിച്ച കാലത്ത് പ്രേമിച്ച് കാണും. അതല്ലാതെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പ്രേമം കാമമായിട്ട് എത്തിക്കാണും. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ തെറ്റിപ്പിരിഞ്ഞ് കാണും. അത് കഴിഞ്ഞിട്ട് വേറെ വല്ല കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നവരും അതല്ലെങ്കിൽ വേറെ പല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുമ്പം വീണ്ടും പറയാനുള്ളത്, പാപം ചെയ്തവർ കല്ലെറിഞ്ഞോട്ടെ, അല്ലാത്തവന്മാർ വെറുതെ കൊണയ്ക്കാൻ പിന്നാലെ പോണ്ട. അതാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നത്. ഈ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന പെണ്ണ് പിടുത്തവും മറ്റ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്തു വന്നു. അത് പിന്നെ പുറത്തോട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ? നമ്മുടെ മരമുറി ചാനലിൽ തന്നെ 1 2 3 പേരാണ് കംപ്ലൈൻറ്റ് തന്നത്, അവിടുത്തെ ആളുകൾ കയറി പിടിക്കുന്നതും പീഡിപ്പിക്കുന്നതുമായിട്ട്. ആ ഒരു സംഭവമേ പിന്നെ ആരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതൊക്കെ പല ചാനലുകളിലും നടക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ പേടിച്ച് അതല്ലെങ്കിൽ അവിടെ പ്രേമിച്ച് നടന്ന് പരിപാടികൾ കഴിഞ്ഞ് വിട്ടുപോയവരായിരിക്കാം. അതുകൊണ്ട് പുറത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ വാർത്ത പറയുന്നവരും വാർത്ത വായിക്കുന്നവരും അല്ലെങ്കിൽ ഡ്രോൺ ഇടുന്നവരും ഡ്രോണിൻ്റെ പിന്നാലെ ഓടുന്നവരും ഒക്കെ ഒന്ന് അറിയുന്നത് നല്ലതാ. പല റോഷ്പാലന്മാരൊക്കെ ഒന്ന് മനസ്സിൽ ഇരുത്തുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് നിങ്ങളൊക്കെ പണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഥകൾ എന്നുള്ളത്.
ഏതായാലും രാഹുൽ വന്നു, കീഴടക്കിയെന്നല്ല, രാഹുൽ വന്നു, വോട്ട് ചെയ്തു, ചായ കുടിച്ചു, തിരിച്ചുപോയി.